ഒരു നിഗൂഢമായ വനത്തിൽ ശിവഭഗവാൻ തന്റെ മായരൂപത്തിലുള്ള പത്നി പാർവതീദേവിയോടൊപ്പം സമയം ചിലവഴിക്കുന്നു. അവരുടെ ഐക്യത്തിൽ നിന്ന് ഒരു ദിവ്യശക്തിയുടെ അംശം രൂപം കൊള്ളുന്നു. ദിവ്യശക്തിയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അതീവ സുന്ദരനായ ആ കുഞ്ഞിന് പൊന്നുണ്ണി എന്നു പേരിടുന്നു. ഈ കുഞ്ഞാണ് പിന്നീട് വിഷ്ണുമായ ചാത്തൻ എന്നറിയപ്പെടുന്നത്. ശിവനും പാർവതിയും പൊന്നുണ്ണിയെ ഒരു ആദിവാസി സ്ത്രീയായ കൂളിവാകയെ ഏൽപ്പിക്കുന്നു. കാടിന്റെ പശ്ചാത്തലത്തിൽ കൂളിവാക വാത്സല്യത്തോടെ പൊന്നുണ്ണിയെ എടുത്തുലർത്തുന്നു. കൂളിവാകയെ സ്വന്തമാക്കാൻ ഭൃഗാസുരൻ എന്ന ക്രൂരനായ അസുരൻ വരുന്നു. വന്യമായ രൂപത്തിൽ ഭൃഗാസുരൻ കൂളിവാകയെ ഭീഷണിപ്പെടുത്തുന്ന രംഗം. തന്റെ വളർത്തമ്മയെ രക്ഷിക്കാൻ ചാത്തൻ ഭൃഗാസുരനുമായി യുദ്ധം ചെയ്യുന്നു. മായാവിദ്യകളിലും ആയോധനകലകളിലും അഗ്രഗണ്യനായ ചാത്തൻ അസുരനെതിരെ ശക്തമായി പോരാടുന്നു. യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ മുറിവേൽക്കുന്നു. ആ മുറിവിൽ നിന്ന് നിലത്തുവീണ രക്തത്തിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാർ രൂപം കൊള്ളുന്നു. കാടിന്റെ ഇരുട്ടിൽ നിന്ന് അനേകം കുട്ടിച്ചാത്തന്മാർ ഉയർന്നുവരുന്ന ദൃശ്യം. കുട്ടിച്ചാത്തന്മാരുടെ വൻപട ചാത്തന്റെ കൂടെ ചേരുന്നു. അവർ ഒരുമിച്ച് ഭൃഗാസുരനെതിരെ ആഞ്ഞടിക്കുന്നു. മായാവിദ്യകളും ശീഘ്രഗതിയിലുള്ള ആക്രമണങ്ങളും കാരണം അസുരന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വിഷ്ണുമായ ചാത്തനും 400 കുട്ടിച്ചാത്തന്മാരും ചേർന്ന് ഭൃഗാസുരനെ നിഗ്രഹിക്കുന്നു. ഈ ഭീകരനായ അസുരൻ നിലം പതിക്കുന്നതോടെ കാടിന് ശാപമോക്ഷം ലഭിക്കുന്നു. യുദ്ധം അവസാനിച്ച ശേഷം കൂളിവാക ഓടിവന്ന് ചാത്തനെ ആലിംഗനം ചെയ്യുന്നു. ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം അവിടെ പ്രകടമാകുന്നു. രക്ഷകനായ ചാത്തന്റെ മുന്നിൽ കൂളിവാകയും മറ്റ് ആദിവാസികളും കൈകൂപ്പി നിൽക്കുന്നു. തന്റെ വളർത്തമ്മയെയും ആദിവാസി സമൂഹത്തെയും രക്ഷിച്ച ശേഷം ചാത്തൻ അവർക്ക് ശക്തിയും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു. ചാത്തൻ തന്റെ ദിവ്യമായ രൂപം സ്വീകരിക്കുന്നു. തന്റെ അമ്മയിൽ നിന്നും ലഭിച്ച മായാവിദ്യകൾ ഉപയോഗിച്ച് ചാത്തൻ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു. ഇതോടെ ചാത്തൻ വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഭക്തർക്ക് അനുഗ്രഹം നൽകാനും തിന്മയെ നശിപ്പിക്കാനും വേണ്ടിയാണ് തന്റെ അവതാരമെന്ന് ചാത്തൻ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് തന്റെ ശക്തിയുടെ കേന്ദ്രമായി ചാത്തൻ ഒരു വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നു. തൃപ്രയാർ, മരുതൂർ, കൊടകര തുടങ്ങിയ